ഇതെന്തായാലും നമുക്ക് ഒരു അടിപൊളി കാഴ്ച ഇവിടെ നിന്ന് കിട്ടിയ പിള്ളേരിങ്ങനെ മഞ്ഞിൻ്റെ മേലത് ചെറിയ പലക വെച്ചുണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും ട്രാവൽ വിത്ത് മൈ ലെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ മണാലിയിലാണ് സ്റ്റേ ചെയ്തത്. കണ്ടില്ലേ, ഈ നേരെ കാണുന്ന ബിൽഡിങ്ങിൽ അവിടെയാണ് ഞങ്ങൾ ഇന്നലെ കിടന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, കിടിലൻ ഉറക്കൊക്കെ കിട്ടി, ഭയങ്കര റിലാക്സ്ഡ് ആയി, ചില്ലാണിപ്പോൾ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു പ്ലേസിൽ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റേ ചെയ്തത് മണാലിയിലെ നസോഗി എന്ന് പറയുന്ന വില്ലേജിലാട്ടോ. കിടിലൻ അടിപൊളി വില്ലേജാണ്. കണ്ടില്ലേ, എന്ത് ഭംഗി, എന്ത് പീസ്ഫുള്ളാണ് ഓരോ പ്ലേസും. അത്ര കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ എല്ലാവരും, ആൾക്കാരും അതേപോലെ അറ്റ്മോസ്ഫിയറും എല്ലാം അതുപോലെ കൂൾ ആണ് കേട്ടോ. കണ്ടില്ലേ എന്ത് രസം നോക്കി, മൊത്തം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ വീണെടുക്കുകയാണ്. അങ്ങോട്ട് നേരെ നോക്കുമ്പോൾ കണ്ടില്ലേ ഫുള്ള് മഞ്ഞുമലകളാണ്. കുറച്ചുകൂടെ താഴോട്ട് നമുക്ക് കറക്റ്റ് കാണാം, നമുക്ക് പോയി നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട്. ഇത്രയും ഒരു വ്യത്യസ്തമായൊരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഇത്ര കിടലാണ്. കുറച്ചുകൂടി താഴോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മഞ്ഞുമലേൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും. അപ്പോൾ അത് പോയിട്ട് അതും നമുക്ക് കവർ ചെയ്യാം. കണ്ടില്ലേ, ഇവിടുത്തെ ഓരോ വീടിൻ്റെയും പിന്നെ അതിൻ്റെ പണിതിട്ടുള്ള ശൈലിയൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിൽ. കണ്ടില്ലേ, ഇതിങ്ങനെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ സിമെൻറ്റ് വെച്ച് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ മൊത്തം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ മരങ്ങളുടെയൊക്കെ പ്രത്യേകത കണ്ടില്ലേ. അങ്ങോട്ട് നോക്കാം, അവിടെ മൊത്തം ഇങ്ങനെ മറ്റേ കുന്നിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ മഞ്ഞ് താഴോട്ട് വീഴുന്ന കാഴ്ച നമുക്ക് കാണാം. അല്ല, വീണ് കിടക്കുക കേട്ടോ, വീഴുന്നതല്ല. പിന്നെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഇതുണ്ടോ. നമുക്കിവിടെ പോയി അമ്പലത്തിൻ്റെ ഒന്ന് ആ ഭാഗത്തുള്ള കാഴ്ച കൂടെ ഒന്ന് പോയി. ബൈ കോൺ സെ ടെമ്പിൾ ശങ്കർനാരായൺ ഓപ്പൺ ചെയ്യാതെ. ശംഖനാരായണൻ എന്ന് പറയുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താ സംഭവം നമുക്കറിയില്ല. കണ്ടില്ലേ, അത് പണിതിട്ടുള്ള അതിൻ്റെ ശൈലിയും ഒരു വ്യത്യസ്തമാട്ടോ. കണ്ടില്ലേ, ഇവിടുന്ന് കാണാം നമുക്ക്. ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഇരുന്നിട്ട് താഴോട്ട് നടന്നു പോകാം. ഓ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങോട്ട് നോക്കിയേ, അവിടെ മൊത്തം ഈ സൈഡിൽ ഇങ്ങനെ മരങ്ങളുണ്ട്. അപ്പോൾ ആ കറക്റ്റ് നമുക്ക് മഞ്ഞിൻ്റെ ഫീൽ കിട്ടില്ല കേട്ടോ. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഇതങ്ങനെ മൊത്തം മഞ്ഞുമലകളാണ്. ഇപ്പോൾ രാവിലെ അത്ര തണുപ്പൊന്നുമില്ല. ഒരു ഇവിടെ വന്നപ്പോൾ കറക്റ്റ് മനസ്സിലായി എങ്ങനെ അറിയോ, ഒരു 2 മണി വരെ വലിയ തണുപ്പില്ല, ചെറിയ വെയിലുണ്ടെന്നല്ലേ. നല്ല സൂര്യൻ ഉദിച്ചിങ്ങനെ ചെറിയൊരു ഇളം വെയിലും ചെറിയ ചൂടും ചെറിയ തണുപ്പും. പിന്നെ 2 മണി കഴിഞ്ഞിട്ട് 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തണുപ്പങ്ങോട്ട് കയറി വരും. പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. പിന്നെ തെർമലിൻ്റെ മറ്റേ ഡ്രസ്സ് ഇങ്ങനെ തെർമൽ ക്ലോത്ത് ഇല്ലേ അതിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു ടീഷർട്ട്, പിന്നെ അതിൻ്റെ മേലെ ജാക്കറ്റ്, കയ്യിൽ ഗ്ലൗസ്, രണ്ട് സോക്സൊക്കെ ഇട്ടിട്ട് കേട്ടോ കിടക്കിൽ, തണുപ്പ് കൂടുതലായിട്ട്. എന്തായാലും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. എന്നിട്ട് മരത്തിൻ്റെ ഒരു വലിപ്പം നോക്കി, 3 മരം കേട്ടോ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത്. ഉണ്ടോ അവിടെ മൊത്തം വീടിൻ്റെ സൈഡിൽ അവിടെയൊക്കെ താഴെ മൊത്തം ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇറങ്ങി കിടക്കാം താഴോട്ട് ഇങ്ങനെ. ഇവിടെ അമ്പലത്തിൻ്റെ കാഴ്ച കണ്ട് നമ്മൾ താഴോട്ടിറങ്ങി വന്നപ്പോൾ ഈ വീടിൻ്റെ ഉണ്ടല്ലേ, വീടിൻ്റെ ചെറിയ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ഓടിന് പകരം ഇവിടെ മൊത്തം കല്ല് കണ്ടില്ലേ, കല്ലിങ്ങനെ പാളിയായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിരിക്കുക. അശ്വനെത്തി നമ്മൾ നൈസിലൊരു ചായ കുടിച്ച് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ താഴോട്ട് പോയിട്ട് വില്ലേജൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാച്ചിട്ട് പോലെ ഇറങ്ങി. എങ്ങനെയായിരുന്നു ഇന്നലത്തെ ഡേ? എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നൈസായിരുന്നല്ലേ, പൊളിച്ചില്ലേ, ഭയങ്കര കൂളായിരുന്നു കേട്ടോ. തണുപ്പ് കാരണം ഉറങ്ങിപ്പോയത് പോലും അറിഞ്ഞില്ല. പിന്നെ നല്ല ബ്ലാങ്കറ്റൊക്കെ കിട്ടിയതുകൊണ്ട് അത്രയ്ക്ക് തണുപ്പം കൊണ്ട് ഹാർഡായിട്ട് ഫീൽ ചെയ്തില്ല. ഇവിടെ കുറേ പിള്ളേരെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. താഴോട്ട് പോയിട്ട് ഇറങ്ങി വരുന്ന വഴി കറക്റ്റ് നോക്കി വെച്ചില്ലെങ്കിൽ തിരിച്ചു കയറാൻ നേരത്തെ ശരിക്കും ലോക്കാവുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങോട്ടും വഴിയുണ്ട്. നമുക്ക് കുറച്ചും കൂടി താഴോട്ട് പോയിക്കാം. എല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണ് വീടും. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു എന്താ പറയുക വഴികളും ഇങ്ങനെ അടുത്തടുത്തുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും. ഒരു പ്രത്യേക തരം ഗ്രാമക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ട് മുമ്പോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ,
ഫുള്ള് പൈപ്പാണത്. ഇതിൽ വെള്ളം അങ്ങോട്ട് കണക്റ്റാക്കി കൊണ്ടുവന്നായിരിക്കും. ഇവിടെ മൊത്തം ഈ വീട്ടുകാരെ മൊത്തം പശുവിനെ വളർത്തുന്ന ആൾക്കാർ കേട്ടോ. നമ്മളിപ്പോൾ ഇത്രയും നേരം താട്ട് തുറന്നു നിന്നിട്ട് വേറെ വീട്ടിൽ നിന്ന് അധികം പശുവിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടില്ല. കുറച്ചും കൂടെ താട്ട് പോയേക്കാം നമുക്ക്. വല്ലാത്ത നാറ്റം. ചാണകം കൂട്ടിയിട്ടിട്ടേ നല്ല സ്മെല്ലുണ്ട്. മൂപ്പ് കുത്തി പിടിച്ചിട്ട് പോടാ. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാണ്ടല്ലോ, തലയടിച്ച് വീണ് കഴിഞ്ഞാൽ മനുഷ്യനെ പരിപ്പും പപ്പടം ഇളകും. നമ്മൾ ഇറങ്ങിയിട്ട് കണ്ടില്ല, കറക്റ്റ് ആ മലേൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നടന്നു നോക്കാം. പശുവിനെ കാണുന്നില്ലല്ലോ. ആശം എല്ലാം നടന്നു വരുന്നുണ്ട് പുറകിൽ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റൂമുകളായിരിക്കും ഇതൊക്കെ. ഇപ്പം നടന്ന് എവിടെ തിന്നൊരു പിടുത്തില്ല കേട്ടോ. ഇപ്പം തിരിച്ച് കയറാൻ നേരത്ത് കുറേ കട്ടിങ്ങൊക്കെ വന്നില്ലേ. ഇതേതാണ്ടൊരു എൻഡ് പോയിന്റ് പോലെ ഇവിടെ എത്തിയിട്ട്. ഞാൻ മേലെ നിന്ന് ഇറങ്ങി വന്നാ. മേലെ നിന്ന് നേരത്താ ഇത് അവിടെ തീരടാ, വഴി തീരാൻ കൊണ്ട്. എന്ത് ടെമ്പിൾ ചോദിച്ചാൽ മണാലി. ഇത് മണാലി അല്ലേ? ആ റോഡിലേക്കാണെങ്കിൽ ഇതിലല്ലേ? ഇതിലെ നേരെ കയറാം. അല്ല, ഇത് റോഡിലേക്ക് ചെല്ലിയത്. ആ, മറ്റേ മണാലി ലോഡ്ജൊക്കെ അല്ലേ? ഇതിലെ പോ നേരെ ഒറ്റ റോഡ് മേലേക്ക്. അത് നോക്കണ്ട. മേലോട്ട് നോക്കിയേ. മൗണ്ടൻസ് കോളിങ്. മൗണ്ടൻസ് നമ്മളെ വിളിക്കുന്നുണ്ട്. പോയി നോക്കാം നമുക്ക് മേലോട്ട്. ഈ പിള്ളേർ കളിക്കുന്ന വെച്ചോട്ടെ നമ്മൾ മേലെ നിന്ന് ഇറങ്ങുമ്പോൾ കേൾക്കണ്ടായിരുന്നു കേട്ടോ. നമുക്കവിടെ പോയിട്ട് പിള്ളേരുടെ അടുത്തുനിന്ന് പോയിട്ട് ഒന്ന് നൈസായിട്ട് എൻജോയ് ചെയ്യാം. എന്താ മഞ്ഞ് നോക്കിയേ. കാല് മിക്കവാറും സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. ചവിട്ടി വയ്ക്കാലോ. Hi. One round. हो पूरा कपड़ा गरम हो जाएगा ना. हाँ 10 രൂപയ്ക്ക് റൗണ്ട് പോവാന്നൊക്കെ പറയണ്ടേ. ഇതെന്തായാലും നല്ല പരിപാടി കേട്ടോ. ആ പിള്ളേരെ പണി തന്നെ കേട്ടോ. പോകും आराम से जाना. स्टिक है स्टिक नहीं आइए ऐसे 100 रुपये और ये हटता कोई मत आओ बीच में सारे हो जाओ साइड नहीं तो लॉकडाउन लगा दूंगा साइड हो जाओ. आप यार हो कमांडर अच्छे से शूट यार जाने को नहीं मौका मिल रहा सारा अरे पागल ये എന്റെ അമ്മോ പോണു. ഞാൻ മേലോട്ട് കയറി ഒന്ന് നടന്നു പോകാൻ നോക്കിട്ടോ. പക്ഷെ ഷൂ സ്ലിപ്പായിട്ട് കാലിൽ നല്ല വഴുക്കുന്നുണ്ട്. ഓ അതെ എന്താ പൊളി. ഉദർ സാറേ ഓ ഇതെന്തായാലും നമുക്ക് ഒരു അടിപൊളി കാഴ്ച ഇവിടെ നിന്ന് കിട്ടിയ. പിള്ളേരിങ്ങനെ മഞ്ഞിൻ്റെ മേലത് ചെറിയ പലക വെച്ചുണ്ടാക്കിയിട്ട് കുദ്ബനയാ സ്കേറ്റിംഗ് ബോർഡ് എന്താ അടുത്ത മേലന്ന് കൊണ്ട്. ഓ നമ്മുടെ നാട്ടിൽ പിള്ളേർക്കൊന്നും കിട്ടാതെ. ആ ഓക്കെ 1 മിനിറ്റ്. ഓ മുപ്പര് മേലെ
എൻ്റെ മോനതാ പോകുന്നത്. ഓ അടുത്താണ്. സൂപ്പർ അജോ ഒരുത്തും 3 അജോ. ഓ ഇതാ പോകുന്നു. എന്താ വീഗാലാൻഡിൽ ഇതുപോലെ ഉണ്ടല്ലോ. ആ അജോ തെറിച്ച് നേരെ ആ കല്ലിൻ്റെ അവിടെ പോയി സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നേരെ താഴോട്ട് പോയി വീഴും. നേരിട്ട് പൊളിച്ചില്ല ഇവിടുത്തെ കാഴ്ച. നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊന്നും കിട്ടാത്തൊരു അനുഭവം കേട്ടോ ഇവർക്ക് കിട്ടുന്നത്. രാവിലെ വന്നിട്ട് ഈ വെയിലുള്ള ടൈമിലല്ലേ നേരെ ഐസിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി കളിക്കുക. 10 രൂപ ചെക്കൻ എനിക്ക് പോകണമെന്ന് ചോദിച്ചു അതിന് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മൊത്തം നാശമല്ലേ. പിന്നെ രാത്രി കുറേ ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തണുപ്പ് ഭയങ്കരമായിരിക്കും ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ലെങ്കിലേ. എന്തായാലും നമുക്കിത് കാണാം, കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കാം. അടുത്ത നമ്മുടെ സ്പീഡ് ബോയ് വരുന്നുണ്ട്. ഓ സ്പീഡ് ബോയ് ആരേ അയ്യോ എന്നെ ഇടിക്കല്ലോ മുത്ത. ഉദർ പസ്കിയ അതാ അവൻ്റെ ഡ്രസ്സും അവൻ്റെ തൊപ്പി ഫുൾ പൊളി. നല്ല ആപ്പിള് പോലത്തെ കവിള്. എന്താ പോട്ടെ അതാ പോണു. എന്തായാലും നമുക്ക് മേലോട്ട് നടക്കാം. കുറച്ചും കൂടെ കാഴ്ചകൾ ഇങ്ങനെ പകർത്താനുണ്ട്. ഇപ്പം നമ്മുടെ നസോഗി വില്ലേജ് കുളു മണാലിയിലെ നസോഗി വില്ലേജിലെ കാഴ്ചകളാണ് നമ്മളിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നെ ഈ സ്റ്റെപ്പൊക്കെ നോക്കി. ഓ കിടിലൻ. അശ്വിന്ത മേലെ നിൽക്കുന്നുണ്ട്. ഇത്ര കിടിലൻ വില്ലേജ് കേട്ടോ, ഒന്നും പറയാനില്ല. പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരാളെയും കാണുന്നില്ലല്ലോ. ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കയറി നോക്കാം. വലിയ വൃത്തിയൊന്നുമില്ല, നൈസായിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഒരു ശൈലിയിൽ ഉണ്ടാക്കി വെച്ചല്ലോ കേട്ടോ വീടൊക്കെ. ഓ ഇങ്ങോട്ടൊന്നും ഇപ്പോൾ വൃത്തി കൂടുതൽ വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാധനം കിട്ടി. ഇവിടെ പശു മേലെ വരെ കയറി വന്നപ്പോഴേ നല്ല കിതയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങി. നോക്കി ഏറ്റവും മേലെ നിന്നിട്ട് ഇപ്പോൾ ആ ദൂരെ നമ്മുടെ മലകൾ കാണുന്ന രസം നോക്ക് ഉണ്ടോ. ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ. നമ്മുടെ ആ സൈഡിൽ അവിടെയാണ് റോക്ക് ടോംപാസിൻ്റെ മല വരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇതേതാ മല എന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല, പക്ഷെ കണ്ട് ആസ്വദിക്കുക. അത്രയും ഭംഗിയുണ്ട് കേട്ടോ. നോക്കി ഇവിടുത്തെ വില്ലേജിലെ വീടുകളൊക്കെ കണ്ടോ, ഫുള്ള് പച്ചയിൽ ഒരു അങ്ങനത്തെ ഒരു പെയിൻറ്റിങ് മുഴുവനും. നമുക്ക് ആ മലേൻ്റെ താഴെയില്ല അവിടെ കാണുന്ന ഡോട്ട് പോലെ അത്രയ്ക്കും വീടുകളാട്ടോ. നിറച്ചും ആ സൈഡ് മറ്റേ മലയോരത്ത് മൊത്തം വീടുകളാണ്. ആ മഞ്ഞുമല കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയാണ്. നമ്മൾ ക്യാമറയിൽ കാണുന്നതിനും കാട്ടി ഭയങ്കര ഭംഗിയായിട്ടോ റിയലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഇനി താഴോട്ട് ഇറങ്ങണം. താഴോട്ട് കുറച്ച് പിടിച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ സ്റ്റെപ്പും പിന്നെ ഐസും കൂടെ അതിൻ്റെ സ്ലിപ്പ് നേരെ താഴെ പോയി വീഴും. അല്ലെങ്കിൽ പിന്നീട് താഴെത്തി. ഇനി എന്തായാലും നമ്മൾ ഇറങ്ങി കുന്നൊക്കെ തിരിച്ചു കയറണം. പക്ഷേ ഈ തണുപ്പുള്ളതുകൊണ്ട് ഈ മഞ്ഞിൻ്റെ കാഴ്ചയും ഈ മലകളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോണ്ടല്ലോ ഒരു ക്ഷീണമില്ലൊന്നുമില്ല. എന്താ നോക്കിയല്ലേ കാഴ്ച. വന്ന് കണ്ട് ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ഇവിടെ ഇരുന്ന്, 3 ദിവസം എന്നല്ല ഒരാഴ്ച ഇരുന്നാൽ പോലും ഒരു ദിവസം പോകുന്ന പോലെ തോന്നില്ല. അത്ര ഭംഗിയാണ്. ഇവിടെ കണ്ടില്ലേ ഈ മരത്തിലൊന്നും ഇലയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കിടക്കുകയാണ് താഴോട്ടങ്ങനെ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ മലേൻ്റെ മെയിനോട്ടുള്ള എല്ലാ മരത്തിലും നല്ലോണം ഇലയും നല്ല പച്ചപ്പും ഉണ്ട്. ഈ സൈഡിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളിൽ നല്ല ഇലകളായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ. എന്തായാലും നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങാം. നമ്മൾ നമ്മുടെ മണാലിയിലെ നസോഗി വില്ലേജിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ട് കവർ ചെയ്ത് ഇപ്പോൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മണാലി വരുമ്പോൾ ഈ നസോഗി വില്ലേജിലൊക്കെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.